വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ. അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പോകാൻ പോകുന്നത് പൊങ്ങിണി ശ്രീ ഭഗവതി ടെമ്പിളിലേക്കാണ്. എൻ്റെ കൂടെ മമ്മ, കുഞ്ഞാറ്റ, പൈങ്കിളി എല്ലാവരും ഉണ്ട്. അമ്മച്ചി വന്നില്ല. അമ്മച്ചിക്ക് അയൽക്കൂട്ടമുള്ളത് കൊണ്ട് അമ്മച്ചി വന്നില്ല. അപ്പം ഞങ്ങൾ 4 പേരും പോകാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഓട്ടോയിലാണ് ഉള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൗണിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബസ് ഇതാ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ബസ്സിൽ കയറി. KSRTC ആയിരുന്നു കേട്ടോ ബസ്. എൻ്റെ കൂടെ കുഞ്ഞാറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ബസ് ഇറങ്ങിയ പാടെ നമ്മുടെ ഇക്കാക്കയും വാവേട്ടനും അതുപോലെ ചക്കരയും നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൊങ്ങിണി ശ്രീ ഭഗവതി ടെമ്പിൾ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ. അങ്ങനെ നമ്മൾ ദേവീനെ കണ്ട് തൊഴുതിറങ്ങി. ഇനി നമുക്ക് സർപ്പക്കാവിലേക്ക് പോകാം. നമ്മുടെ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണിയാമ്പറ്റ കമ്പളക്കാട് റൂട്ടിൽ കൂടത്തുമ്മലാണ് നമ്മുടെ പൊങ്ങിണി ശ്രീ ഭഗവതി ടെമ്പിൾ. അപ്പം നമ്മളിപ്പം കാവിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോൾ കാവിൻ്റെ ഉള്ളിലാണുള്ളത്. എല്ലാവരും നാഗദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാവിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ മരങ്ങളുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും പ്രത്യേകതയും. അപ്പം നമ്മൾ തൊഴുതിട്ടിപ്പം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു, ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പം കാവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ തൊഴുതിറങ്ങി. ഇനി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ട്. അപ്പം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താലോ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അമ്പലക്കിണറൊന്ന് കണ്ടു നോക്കിയാലോ? ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലക്കിണറാണ് നമ്മുടെ പൊങ്ങിണി അമ്പലത്തിൻ്റെ അമ്പലക്കിണർ. പാമ്പും പാമ്പാട്ടിയാണ് നമ്മുടെ അമ്പലക്കിണറിൻ്റെ ഡിസൈൻ. ഇത് നമ്മുടെ പാമ്പും, തൊട്ട് താഴെ കാണുന്നില്ലേ അത് പാമ്പാട്ടിയാണ്. അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കിണറാണ് നമ്മുടെ അമ്പലത്തിൻ്റെ. അങ്ങനെ നമ്മളിനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇപ്പം നമ്മൾ ബസ്സിലാണുള്ളത്. നമ്മുടെ വാവേട്ടനും ഇക്കാക്കയും ചക്കരയും കൂടി നമ്മളെ പനമരത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ടൗണിലാണ്. ഗായ്സ്, ഇപ്പോൾ ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ വീണ്ടും പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ടൗണിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്. അപ്പം നമുക്കിനി വീണ്ടും കാണാം.